ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ദറ്റ് വാസ് റിഫ്ലക്ഷൻ, അല്ലേ? റിഫ്ലക്ഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്ലെയിൻ മിറേഴ്സിൻ്റെ, അതിനേക്കാളും കൂടുതലായിട്ട് റിഫ്ലക്ഷൻ അറ്റ് സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്, ഇമേജ് ഫോർമേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അബൌട്ട് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിഫ്രാക്ഷൻ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പിക് നെയിം ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഈ റിഫ്രാക്ഷൻ? ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമുക്കുണ്ടായിരുന്ന ചില എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇങ്ങനെ വല്ല എക്സ്പീരിയൻസും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ വാട്ടർ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ടാങ്കിലേക്ക് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിഷിനൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ബൗൾസ് ഉണ്ടാകും, അതല്ലെങ്കിൽ അക്വേറിയം പോലെയുള്ള ചെറിയ വാട്ടർ ടാങ്കുകൾ നമ്മൾ വീട്ടിൽ പലപ്പോഴും വെക്കാറുണ്ട്. അതിൽ വെള്ളം നിറച്ചതിന് ശേഷം, വെള്ളം നല്ലിങ്ങനെ ഫില്ലായി നിന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ വാട്ട് വി ക്യാൻ സീ, നമുക്കുണ്ടാകുന്ന ഒരു വ്യൂ, നമ്മളതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ ബോട്ടം നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് ഉയർന്ന് നിൽക്കുന്നതായിട്ട്, അല്ലേ? ഒരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. വി ക്യാൻ സീ സം ഹൈറ്റ് ഡിഫറൻസ് വെൻ വാട്ടർ ഈസ് ഫിൽഡ് ഇൻ എ വാട്ടർ ടാങ്ക്. തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതല്ലെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. വാട്ടർ ടാങ്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളൊരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിന് എവിടെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നോർമലി നമ്മൾ കാണുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ, ഒരു ഹൈറ്റ് ഡിഫറൻസ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വാട്ടർ എടുത്തിട്ട്, സപ്പോസ് വി ആർ പ്ലേസിങ് എ പെൻസിൽ ഇൻസൈഡ്. ഒരു പെൻസിൽ എടുത്തു. ഓക്കെ, പെൻസിൽ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പെൻസിലാണ്. ആ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഭാഗത്ത് വെള്ളമുണ്ട്. ഓക്കെ, ബാക്കി ഭാഗം എം ടി ആയി നിൽക്കുകയാണ്. ദെൻ നമ്മൾ അതിലേക്ക് ഒരു പെൻസിൽ ഇങ്ങനെ കുറച്ച് ചരിച്ച് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ പെൻസിൽ ഇട്ട് വെച്ചാൽ, ഓക്കെ, വാട്ട് വി ക്യാൻ സീ, നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പെൻസിലാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളതിനെ വാച്ച് ചെയ്യുമ്പോൾ അതിനൊരു ബെൻഡിങ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒന്ന് റിമൈൻഡ് ചെയ്തേ. ദെൻ അനദർ എക്സാമ്പിൾ, പലതരം പേപ്പർ വെയ്റ്റുകൾ, പ്രത്യേകിച്ച് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പേപ്പർ വെയ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പേപ്പർ വെയ്റ്റ് എന്ന് പറയാറില്ലേ? പേപ്പേഴ്സൊക്കെ പാറിപ്പോവാതിരിക്കാൻ, അല്ലേ, നമ്മൾ വെക്കുന്ന വെയ്റ്റുകൾ. അങ്ങനെ ഒരു പേപ്പർ വെയ്റ്റിൻ്റെ എടുത്തിട്ട് നമ്മളൊരു പേപ്പറിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സൊക്കെയുള്ള ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഈ പേപ്പർ വെയ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലൂടെ വ്യൂ ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ നോർമലി കാണുന്ന ഒരു വിഷ്വലിൽ നിന്നും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട്, അല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ ലീഡ് ചെയ്യുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നൊരു പോയിന്റിലേക്കാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പറയുന്നത്, നോർമലി വി നോ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അല്ലേ? ലൈറ്റ് എപ്പോഴും എങ്ങനെ ട്രാവൽ ചെയ്യുക? ഒരു കറക്റ്റ് സ്ട്രൈറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ബട്ട് വെൻ ലൈറ്റ് ഈസ് മൂവിങ് ഓർ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, എന്താ പറയുന്നത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, മീഡിയം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ടു മീഡിയംസ്. നോർമലി നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നതും നമ്മൾ പരസ്പരം കാണുന്നതും എല്ലാം എയർ എന്നൊരു മീഡിയത്തിൽ നിന്ന്, അല്ലേ? നമുക്ക് ചുറ്റും കാണുന്നത്, നമ്മൾ പല ഓബ്ജക്ട്സിനെ നമ്മളിപ്പോൾ വ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ, എന്തൊക്കെ കാണുന്നുണ്ട്? അതെല്ലാം നമ്മൾ എയറിലൂടെയാണ് ഒബ്ജക്റ്റുകളെ കാണുന്നത്. ബട്ട് വി ക്യാൻ ടേക്ക് അനദർ മീഡിയം, വാട്ടർ. ഓക്കെ, നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ വാട്ടർ ഈസ് അനദർ മീഡിയം. സോ വെൻ ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം എയർ ടു വാട്ടർ, നേരത്തെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റിൻ്റെ പാത്തിന് ഒരു ബെൻഡ് സംഭവിക്കും. എപ്പോഴാണ് സംഭവിക്കുക? വെൻ ദാറ്റ് ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം one medium, that is medium 1 is taken as air, and that light is moving from air to water. So water is taken as the second medium. So when light is moving from air to water, that is also called as from one medium to another medium. Then we can see
എ ബെൻഡ് ഇൻ ഇറ്റ്സ് പാത്ത്, ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ്. നോർമലി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോവേണ്ടിയിരുന്ന ലൈറ്റ് അങ്ങനെ ഒരു മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് ബെൻഡാവും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മളൊന്ന് സിമ്പിളായിട്ട് ഇതിനെ ഡ്രോ ചെയ്ത് കാണിച്ചാൽ, വി ക്യാൻ ടേക്ക് എ റിഫ്രാക്റ്റിംഗ് സർഫേസ് എന്നാണ് നമ്മൾ പറയുക. ദിസ് ഈസ് ടേക്കൺ ആസ് മീഡിയം 1 ആൻഡ് ദിസ് ഈസ് മീഡിയം 2. ഓക്കെ, ഇതിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാണ്. സി, ദിസ് ഈസ് എൻ ഇൻസിഡൻറ്റ് ലൈറ്റ്. ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീണു, നമുക്ക് ആരോ മാർക്കൊക്കെ കാണിക്കാം. ദിസ് ഈസ് എൻ ഇൻസിഡൻറ്റ് ലൈറ്റ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. We can draw a normal here, normal here. See, a normal line. Normal is a perpendicular line which is always at an angle of 90 degree with the surface. ഏതാണോ സർഫേസ്, ആ സർഫേസിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന പോയിന്റിൽ ഒരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ദാറ്റ് ഈസ് കോൾഡ് നോർമൽ. നൗ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നോർമലി ഈ ലൈറ്റ് എങ്ങനെയാണ് പോവേണ്ടത്? ഇതാണ് ഒരു ലൈറ്റിൻ്റെ പാത്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലൈറ്റ് ഇതേ പാത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഇങ്ങനെയായിരുന്നു പോവേണ്ടത് അല്ലേ? അതാണല്ലോ ലൈറ്റിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് കാണാൻ കഴിയുക, ഇങ്ങനെ ഇവിടം വരെ പോയ ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ പാത്തിൽ നിന്നും വിട്ട് ലൈറ്റ് മേ ബി ഇങ്ങനെ ട്രാവൽ ചെയ്യാം. സംതിങ് ലൈക്ക് ദിസ്. കണ്ടോ എന്താ കാണുന്നത്? നേരത്തെ ഒരു ലൈനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ലൈറ്റ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ട്രാവൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് പോവേണ്ടത് ഇങ്ങനെയായിരുന്നു, ആ ഡോട്ട് ലൈനാണ് എക്സ്പെക്റ്റഡ് പാത്ത്. ബട്ട് അങ്ങനെ പോകുന്നില്ല, അതൊന്ന് ബെൻഡായി. ഇത് ലൈറ്റിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. ഏത് മീഡിയം ചേഞ്ച് സംഭവിക്കുമ്പോഴും ലൈറ്റിന് ഇങ്ങനെ ഉണ്ടാവും. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഗ്ലാസ് വാട്ടർ ഫിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് വെൻ വി ആർ പ്ലേസിങ് എ പെൻസിൽ ഇൻസൈഡ് ഇറ്റ് അല്ലെ, നമ്മൾ അതിന് എന്നിട്ട് വ്യൂ ചെയ്യുമ്പോൾ വാട്ട് വി ക്യാൻ സി, നമ്മൾ കാണുന്നത് ആ പെൻസിൽ ഇങ്ങനെ ബെൻഡായി നിൽക്കുന്നത് പോലെ. ആക്ച്വലി പെൻസിൽ അല്ല ബെൻഡായത്. ഹൗ ദാറ്റ് ഹാപ്പൻസ് ദെൻ? നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ പെൻസിൽ വാട്ടറിലേക്ക് പകുതി മുങ്ങി നിൽക്കുന്ന, ബാക്കി പകുതി പുറത്തേക്ക് നിൽക്കുന്ന ആ പെൻസിലിൽ നിന്ന് നമ്മളുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്നത് ഒരു പാർട്ട് ഈ വെള്ളത്തിൻ്റെ പുറത്തുള്ളൊരു പാർട്ടുണ്ട്, ആ പാർട്ടിൽ നിന്ന് നേരെ നമ്മളെ കണ്ണിലേക്ക് ലൈറ്റ് വരും. അതേസമയം ഈ വാട്ടറിൻ്റെ ഇൻസൈഡ് നമ്മളെങ്ങനെയാണ് കാണുന്നത്? വാട്ടറിൻ്റെ ഇൻസൈഡ് നമ്മൾ കാണണമെങ്കിൽ ഈ ഇൻസൈഡ് പോർഷനിൽ നിന്ന് വാട്ടറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്ത് ദെൻ നമ്മളെ കണ്ണിലേക്ക് വരണം അല്ലേ? ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഇൻസൈഡിലുള്ള പെൻസിൽ പോർഷൻ കാണുന്നത് രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്തിട്ടാണ്. വാട്ടറിലൂടെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യണം, ദെൻ എയറിലേക്ക് വന്നിട്ട് നമ്മളെ കണ്ണിലേക്ക് എത്തണം. അപ്പോൾ അവിടെ ഒരു മീഡിയം ചേഞ്ച് വന്നു. ആ മീഡിയം ചേഞ്ച് കൊണ്ട് ലൈറ്റ് ബെൻഡ് ആവും. സോ ആക്ച്വലി ബെൻഡ് ആവുന്നത് ലൈറ്റാണ്. ബട്ട് വാട്ട് വി ഫീൽ, നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ആ പെൻസിൽ തന്നെ ബെൻഡായി പോയോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയും നമുക്ക് ചില ടേമുകളും ആംഗിൾസും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞു, ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് ലൈറ്റ്. This is refracted light. What it is called? Refracted light. This is normal. Now we have an angle here. That is the angle between incident light and normal. This angle is known as angle of incidence. What is that? Angle of incidence. ഇതേ പോയിന്റ് നമ്മൾ റിഫ്ലക്ഷനിലും പറഞ്ഞിട്ടുണ്ട്. The angle between incident light and normal, that is called angle of incidence. Now we have one more angle, that is called angle of refraction. That is the angle between refracted light and normal. This angle, this is called angle of refraction, represented as R. So you have two angles. One is angle of incidence I and the other is angle of refraction R. ഓക്കെ, ഈ മീഡിയം 1ൽ നിന്ന് 2ലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. ഇത് ക്ലിയർ ആണല്ലോ. ഇവിടെ ഇപ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്തത് നമുക്ക് പറയാം നോർമൽ, ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാത്തിൽ നിന്ന് ഇങ്ങോട്ട് മീൻസ് ടുവാർഡ്സ് നോർമൽ അല്ലേ? നോർമലിൻ്റെ അടുത്തേക്കാണ് ബെൻഡ് ചെയ്ത്. അതേസമയം നമുക്ക് മറ്റ് ചില കേസുകളിൽ നമുക്ക് ഇങ്ങനെയും കാണാം. വി ക്യാൻ സീ അനദർ എക്സാമ്പിൾ.
ഞാനിതും കൂടെ ഒന്ന് ഡ്രോ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ ആ ഡിഫറൻസ് നിങ്ങളൊന്ന് കാണുക. ദിസ് ഈസ് എ റിഫ്രാക്റ്റിംഗ് സർഫേസ്. നൗ വി ഹാവ് എൻ light incidence on the surface. This is an incident light. We have a normal here. Normal. This is the normal. Okay. Our expected path is something like this. ഇതായിരുന്നു നമ്മളെ ലൈറ്റ് ആക്ച്വലി പോവേണ്ട പാത്ത് അങ്ങനെയായിരുന്നു. ബട്ട് ഇൻ സം അതർ സിറ്റുവേഷൻസ് വി ക്യാൻ സീ ഇങ്ങനെ പോവേണ്ട ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തു പോകും. ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ബെൻഡിങ് അല്ലേ? ഇതും ബെൻഡിങ് ആണ്. നമ്മൾ നേരത്തെ വരച്ച എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്തത്. മീൻസ് ഇൻ ദ പ്രീവിയസ് കേസ് the bending was towards normal, but here there is again bending, but the difference is bending is away from normal അല്ലേ? നോർമലിൽ നിന്നും അകന്ന് ബെൻഡ് ചെയ്തു പോയി. ഓക്കെ, ഹിയർ ദിസ് ഈസ് അഗൈൻ മീഡിയം 1, ദിസ് ഈസ് അഗൈൻ മീഡിയം 2. ഇങ്ങനെയും ബെൻഡിങ് സംഭവിക്കാം. ഇവിടെ നമ്മൾ പറയുന്നു ദിസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. This is called angle of refraction, the angle between normal and refracted light. That is called angle of refraction. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ആദ്യം വരച്ചതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇത് രണ്ടും റിഫ്രാക്ഷൻ്റെ രണ്ട് സിറ്റുവേഷൻസാണ്. ഇങ്ങനെ ഡിഫറൻസ് നടക്കുമ്പോൾ ഇവിടെ ഈ ഒരു ബെൻഡിങ് എങ്ങനെ ഈ രീതിയിൽ വന്നു, അതല്ലെങ്കിൽ ഈ രീതിയിൽ വന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മീഡിയത്തിനെ ഒന്ന് കമ്പയർ ചെയ്യാം. മീഡിയത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് വി ഹാവ് എ ടേം കോൾഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, മീഡിയം 1ൽ നിന്ന് 2ലേക്ക് എന്ന് പറയുമ്പോൾ ഈ മീഡിയത്തിൻ്റെ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ക്വാണ്ടിറ്റിയുടെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി, ആ വേർഡ് നമുക്ക് പലപ്പോഴും പരിചയമുണ്ട് അല്ലേ? വാട്ട് ഈസ് ഡെൻസിറ്റി? മാസ് ഡെൻസിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മാസിനനുസരിച്ച് ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് നമുക്കൊരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട്. നമുക്ക് ടു ഓർ ത്രീ മീഡിയംസ് കമ്പയർ ചെയ്യാം. കമ്പയറിങ് എയർ ആൻഡ് വാട്ടർ. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഏതിനാണ് ഡെൻസിറ്റി കൂടുതൽ? ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു കട്ടി കൂടുതൽ എന്നൊക്കെ ആലോചിച്ചാലും മതി. വാട്ടർ ഈസ് മോർ ഡെൻസർ കമ്പയർ ടു എയർ. എയറിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് വാട്ടറിനാണ്. വി ക്യാൻ ടേക്ക് അനദർ മീഡിയം, ഗ്ലാസ്. നമ്മൾ വാട്ടറും ഗ്ലാസും കമ്പയർ ചെയ്യാം. എന്നാലോചിച്ചേ, ഗ്ലാസ് സ്ലാബുകൾ. ഓക്കെ, അങ്ങനെയുള്ള പലതരം ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബുകളിലൂടെ ലൈറ്റിന് പാസ് ചെയ്ത് പോവാം. റൈറ്റ്. അപ്പോൾ വാട്ടറും ഗ്ലാസും കമ്പയർ ചെയ്യുമ്പോൾ ഏതാ കൂടുതൽ കട്ടിയുള്ളത്, ഡെൻസിറ്റി കൂടുതലുള്ളത്? ഓക്കെ, ഗ്ലാസിനാണ്. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട്, ഇപ്പോൾ കമ്പയർ ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗ്ലാസ് അല്ലെങ്കിൽ വാട്ടർ മാത്രം എടുത്തിട്ട് ചോദിക്കുകയാണ്, വാട്ടർ എന്ന മീഡിയം മാത്രം എടുത്തു എന്നിട്ട് ചോദിക്കുകയാണ് ഇസ് ഇറ്റ് ഡെൻസർ? ഡെൻസർ അല്ലെങ്കിൽ റയറർ എന്നാണ് പറയുക. ഡെൻസർ അല്ലാത്തതാണ് റയറർ. ഓക്കെ, ഞാൻ ആ വേർഡുകളൊന്നും എഴുതാം. ഡെൻസർ ആൻഡ് റയറർ. ഡെൻസർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഡെൻസർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞത് റയറർ. സോ ഡെൻസർ ആൻഡ് റയറർ മീഡിയം, മീഡിയത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഡെൻസർ മീഡിയം ആൻഡ് റയറർ മീഡിയം. സോ വെൻ വി ആർ കമ്പയറിങ് എയർ ആൻഡ് വാട്ടർ, വാട്ട് വി ക്യാൻ സീ? നമുക്ക് പറയാം എയർ ഈസ് റയറർ, വാട്ടർ ഈസ് ഡെൻസർ. കമ്പയറിങ് ദീസ് ടു. ബട്ട് വെൻ വി ആർ കമ്പയറിങ് വാട്ടർ ആൻഡ് ഗ്ലാസ്, വാട്ടർ ആൻഡ് ഗ്ലാസ്, എന്താ നമുക്ക് പറയാൻ പറ്റുക? വാട്ടറും ഗ്ലാസും കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസ് ആണ് കൂടുതൽ ഡെൻസർ, ഓർ കമ്പാരിറ്റീവ്ലി വാട്ടർ റയറാണ്. അപ്പോൾ നമുക്ക് റയറർ ആൻഡ് ഡെൻസർ ടു മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വാട്ടറിനെ മാത്രം എടുത്തിട്ട് ചോദിക്കുകയാണ് ഈസ് ഇറ്റ് ഡെൻസർ ഓർ റയറർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വാട്ടർ ഈസ് റയറർ കമ്പയർ ടു ഗ്ലാസ്, ബട്ട് വാട്ടർ ഈസ് ഡെൻസർ കമ്പയർ ടു എയർ. ഇങ്ങനെ മീഡിയത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതും. അതേ സംഭവം തന്നെ നമ്മൾ മറ്റു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. യെസ്, ഇതൊക്കെ ഒന്ന് പരസ്പരം ഒന്ന് കോറിലേറ്റ് ചെയ്യാം. ഞാൻ മറ്റൊരു പോയിന്റ് ചോദിക്കുകയാണ്, ഇൻ വിച്ച് മീഡിയം ലൈറ്റ് മൂവ്സ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് വെലോസിറ്റി ഓർ ഗ്രേറ്റസ്റ്റ് സ്പീഡ്? ഏത് മീഡിയത്തിലാണ് ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യാം? എയർ ഓർ വാക്വം? ആ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വെലോസിറ്റി ഓഫ് ലൈറ്റ്. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ഒക്കെ വേണമെങ്കിൽ വേറെയും ഒന്ന് എഴുതി വെക്കാം. വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഓർ വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്
ഈസ് മാക്സിമം ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ വരുന്നത് എയർ അല്ലെങ്കിൽ വാക്വം എന്നും പറയും. വാക്വം രണ്ടും ഒരേ വാല്യൂ ആണ്, എയർ ഓർ വാക്വം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s. ഈ വാല്യൂ എവിടെയെങ്കിലും നേരത്തെ കേട്ടിട്ടുണ്ടോ? 3 × 10⁸ m/s, or it is also called 3 lakh km/s. That is the speed of light in vacuum. ഓക്കെ, എയറിലൂടെ ലൈറ്റ് പോകുമ്പോൾ സെയിം ടൈം ഈ ലൈറ്റ് വാട്ടറിലൂടെയാണ് പോകുന്നതെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്ര തന്നെ സ്പീഡ് വാട്ടറിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റുമോ? ഇല്ല. വാട്ടറിന് കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലാണ്, കട്ടി കൂടുതലാണ്. കൂടുതൽ കട്ടി വരുമ്പോൾ അതിലൂടെ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയും. ക്ലിയർ? എഗെയിൻ ഗ്ലാസ്സിലൂടെ പോകുമ്പോഴോ, ഗ്ലാസ്സിന് എഗെയിൻ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ വീണ്ടും സ്പീഡ് കുറയും. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ നമുക്ക് അങ്ങനെയും ഒന്ന് കമ്പയർ ചെയ്യാം. ലൈറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ്, ആ സ്പീഡ് കുറയുന്നു നമ്മൾ പറയുമ്പോൾ ഡെൻസിറ്റി, ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോഴാണ് സ്പീഡ് കുറയുക. സോ ആസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം ഡിക്രീസസ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട ഒരു മറ്റൊരു വാല്യൂ. സോ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. ദാറ്റ് ഈസ് ഇൻ എയർ ഓർ വാക്വം. അത് വാട്ടറിലേക്ക് എത്തുമ്പോൾ, ഇൻ വാട്ടർ ഇതിനേക്കാളും കുറവായിരിക്കും, 3 × 10⁸ കുറയും. ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ എഗെയിൻ ആ സ്പീഡ് കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എവിടെ ഈ ഒരു ബെൻഡിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു the refracted light bend towards normal. Towards normal വരുന്നത് medium 1 rarer-ഉം medium 2 denser-ഉം ആകുമ്പോഴാണ്. വെരി ക്ലിയർ ആൻഡ് ലിസൺ വെരി കെയർഫുള്ളി. എന്താ പറഞ്ഞിരിക്കുന്നത്? If the first medium is rarer and the second medium is denser. ലൈറ്റ് എവിടത്തേക്കാ? ഫസ്റ്റ് മീഡിയമായ റയറിൽ നിന്ന് സെക്കൻഡ് മീഡിയമായ ഡെൻസറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ we can see the refracted light bend towards normal. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നാൽ, അതല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വന്നാൽ, ഇതൊക്കെയാണ് റയറർ ടു ഡെൻസർ എന്ന് പറയുന്നത്. സെയിം ടൈം നമുക്ക് ഇങ്ങനെ ഒരു ബെൻഡിങ് കാണാൻ കഴിയാം. നേരെ തിരിച്ച്, ഇഫ് ദ ഫസ്റ്റ് മീഡിയം ഈസ് ഡെൻസർ ആൻഡ് ദ സെക്കൻഡ് മീഡിയം ഈസ് കമ്പാരിറ്റീവ്ലി റയറർ. തിരിച്ച് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വാട്ടർ ടു എയർ ഓർ ഗ്ലാസ് ടു വാട്ടർ. ഗ്ലാസ് ടു വാട്ടർ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ആണ് ഡെൻസർ, വാട്ടർ റയറാ. അങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് റിഫ്രാക്റ്റഡ് ലൈറ്റ് ഈസ് ബെൻഡിങ് എവേ ഫ്രം നോർമൽ. എങ്ങോട്ടൊക്കെ പോവാം? റിഫ്രാക്റ്റഡ് ലൈറ്റ് ഈ നോർമലിൻ്റെ അടുത്തേക്കല്ല വരുന്നത്, നോർമലിൽ നിന്ന് ദൂരേക്ക് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു ബെൻഡിങ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഡെൻസർ ഓർ റയറർ എന്നുള്ള ടേമിലാണ്. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അനദർ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതൊരു ഡെൻസർ റയറർ കമ്പാരിറ്റീവ് ആണെന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നൊരു ടേമാണ് ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, കൂടുതൽ ഡെൻസർ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ കമ്പയർ ചെയ്തിട്ട്, സപ്പോസ് എ മീഡിയം ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 is equal to 1.3. Another medium has a refractive index n. Refractive index is represented by a letter n. കേട്ടോ, n എന്നൊരു ലെറ്റർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. n2 is equal to 1.5. ഇങ്ങനെ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നാൽ ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, വി ക്യാൻ സേ ദാറ്റ് മീഡിയം ഈസ് ഡെൻസർ ഓർ ദ അതർ മീഡിയം ഈസ് റയറർ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് വാല്യൂ കൂടിയത് ഡെൻസർ, വാല്യൂ കുറഞ്ഞത് റയറർ. എത്രത്തോളം വാല്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് കൂടുന്നു ആ മീഡിയം കൂടുതൽ ഡെൻസറായി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ റിഫ്രാക്ഷനുമായി കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്, അത്രയും പോയിന്റ്സ് നല്ലോണം നോക്കി വെക്കുക. റിഫ്രാക്ഷൻ്റെ ഒരു ബേസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓക്കെ, നൗ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചില ലോസും റിഫ്രാക്ഷൻ്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ ദെൻ, ബൈ.